പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള നില വന്നപ്പോഴാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. ചന്തു തിരികെ വന്നിരിക്കുകയാണ്. ഈ കാഴ്ച കണ്ട് വളരെയധികം സന്തോഷിക്കുകയാണ് ഇപ്പോൾ അഭിഷേക്. താൻ കാത്തിരുന്ന ആ വഴിത്തിരിവ് തൻ്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇത്രയും നാൾ ഇങ്ങനെയൊരു കാര്യം നടക്കുന്നതിന് വേണ്ടിയാണ് താൻ കാത്തിരുന്നത്. ഒടുവിൽ ആ കാര്യം ഇതാ സംഭവിക്കുകയായി. ഒരിക്കലും ഇങ്ങനെ ഇത്ര പെട്ടെന്ന് സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല അഭിഷേക്. ഉടൻ തന്നെ ചന്തുവിനെ വീട്ടിലേക്ക് വിളിപ്പിക്കുന്ന അഭിഷേക് ഇതേ തുടർന്ന് ചന്തുവിനോട് കാര്യങ്ങൾ പറയാൻ തയ്യാറാവുകയാണ്. ചന്തുവേട്ട, ചന്തുവേട്ടന്റെ വരവ് ഞാൻ എത്രയധികമായി ആഗ്രഹിക്കുന്നു എന്ന് അറിയാമോ? ചന്തുവേട്ടൻ വന്നതിൽ എനിക്ക് അത്രയധികം സന്തോഷമാണ് ഉള്ളത്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ചന്തുവേട്ടന്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നതാണ് തുറന്ന് പറയാനുള്ളത്. ഒരിക്കലും ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ചന്തുവേട്ടനെ കണ്ടുമുട്ടുമെന്നും പ്രതീക്ഷിച്ചതല്ല. എടാ, നിനക്കൊരു ആവശ്യം വന്നാൽ കൂടെ ഉണ്ടാകേണ്ടത് എൻ്റെ കടമയല്ലേടാ. അതിന് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ കൂടെ നിൽക്കുക തന്നെ ചെയ്യും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്താ, നിനക്ക് സന്തോഷമായില്ലേ? ഇത് കേട്ടതിനെ തുടർന്ന് ചന്തുവേട്ട, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. എനിക്കൊരു കാര്യം ചന്തുവേട്ടനോട് പറയാനുണ്ട്. എന്നെ സഹായിക്കാൻ ചന്തുവേട്ടന് മാത്രമേ കഴിയുകയുള്ളൂ. എടാ, നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാം. അത് ചെയ്തു തരാനല്ലേടാ ഈ ഞാനുള്ളത്. പിന്നെ എന്താണ് പ്രശ്നം? നിനക്ക് എന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അത് പറ. അത് ഞാൻ പറയാം ചന്തുവേട്ടാ, വാ. ഇതേ സമയം ചന്തുവിനെ കണ്ട് ആകെ ഭയന്നു നിൽക്കുന്ന ദേവബാലയോട് കാര്യങ്ങൾ ചോദിക്കുകയാണ് അവർ. എന്താണ് ദേവബാല, എന്തു പറ്റി? ആ ചന്തു, അവൻ തിരികെ വന്നിരിക്കുന്നു. അതുകൊണ്ട് നിനക്കെന്താ? അവൻ എന്നും എൻ്റെ ശത്രുവായിരുന്നു. എന്നെ ഉപദ്രവിച്ചിട്ട് മാത്രമേ ഉള്ളൂ അവൻ. അവനെ പേടിച്ചാണ് ഞാൻ കഴിഞ്ഞിരുന്നത്. അവൻ അത്ര ശല്യക്കാരനാണോ? ശല്യക്കാരനാണോന്നോ? അവന് പണ്ടു മുതലേ എന്നെ വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നതാണ്. പക്ഷേ അവനെ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് എന്നോട് തീർത്താൽ തീരാത്ത പകയുണ്ട് എന്നുള്ള കാര്യവും സത്യം തന്നെയാണ്. ഇത് കേട്ടതിനെ തുടർന്ന്, ഇനി എന്ത് ചെയ്യാനാണ് നിന്റെ പ്ലാൻ? ഇപ്പോൾ ചന്തുവേട്ടൻ ഇവിടേക്ക് വന്നത് ആകസ്മികമായി ആണ് എന്ന് വിചാരിക്കാൻ ഞാൻ വെറും മണ്ടിയല്ല. ഇതിന് പിന്നിൽ എന്തോ ഒരു കളി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. അല്ലാതെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. അത് ഉറപ്പ് തന്നെയാണ്. ഇതിന് പിന്നിൽ കളിച്ചത് ആ അഭിഷേക് തന്നെയാണ്. എന്നെ ഒതുക്കാൻ വേണ്ടി തന്നെയാണ് അവൻ ഈ പ്ലാനിങ്ങുമായി നടക്കുന്നത്. പക്ഷേ അവനെ ഞാൻ അങ്ങനെ ജയിക്കാൻ വിടുകയില്ല. ആ ചന്തുവിനെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടിപ്പിച്ചേ മതിയാകൂ. ഇതേ സമയം അഭിഷേക് ആകട്ടെ ചന്തുവിനോട് കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാവുകയാണ്. എടാ അഭിഷേക്, ദേവപാലയുമായുള്ള വിവാഹം കഴിഞ്ഞതിന് ശേഷം ജീവിതം എങ്ങനെ? നന്നായി പോകുന്നില്ലേ? കാര്യങ്ങളെല്ലാം ഇപ്പോൾ കൃത്യമായി തന്നെയല്ലേ നടക്കുന്നത്? ഇത് കേട്ടതിനെ തുടർന്ന്, ചേട്ടാ, എന്നെ സഹായിക്കണം. ആ ദേവബാലയെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു കളയുന്നതിനായി മറ്റാരും എനിക്ക് തുണയില്ല എന്നതാണ് സത്യം. ചേട്ടൻ വന്നപ്പോഴാണ് എനിക്ക് ഒരു ആശ്വാസമായത്. നീ എന്തൊക്കെയാണ് പറയുന്നത്? അവളെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു കളയുകയോ? മനസ്സിലായില്ല ചന്തുവേട്ട. അവളെ ഞാൻ താലി കെട്ടിയിട്ടൊന്നുമില്ല.
ആ പ്രാന്തിയും അവളുടെ അച്ഛനും ചേർന്ന് എന്നെ ചതിക്കുകയായിരുന്നു. ഞാൻ അവരെ സഹായിക്കുന്നതിന് വേണ്ടി ചെന്നതാണ്. ഇപ്പോൾ കുടുങ്ങിപ്പോയ അവസ്ഥ. എന്തു ചെയ്യാനാ? അവരെല്ലാവരും കൂടി എന്നെ ചതിച്ചു. ഈ ട്രാപ്പിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ചന്തുവേട്ടൻ എന്നെ സഹായിക്കണം. എനിക്ക് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്, ഇഷ. അവളെ ഞാൻ ചേട്ടന് പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ ഞാൻ ഈ ദേവബാലയെ എൻ്റെ തലയിൽ നിന്ന് എങ്ങനെ ഇറക്കി വിടുമെന്നറിയാതെയാണ് നിൽക്കുന്നത്. ചന്തുവേട്ടന്റെ സഹായം എനിക്ക് ഈ കാര്യത്തിൽ ലഭിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ സുഗമമായി നടക്കും എന്ന് എനിക്കറിയാം. ചന്തുവേട്ടൻ എന്നെ സഹായിക്കണം. ഇത് കേട്ടതിനെ തുടർന്ന് ദേവബാലയ്ക്കുള്ള പണി കൊടുക്കാൻ ഞാനും തയ്യാറാടാ. നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും, എന്തിനും ഏതിനും. ഇതോടെ അഭിഷേകിന് കോൺഫിഡൻസ് വർദ്ധിച്ചിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.